സംവിധായകൻ ജിത്തു ജോസഫിന്റെ ഏറ്റവും മികച്ച 2 ക്രൈം ത്രില്ലർ മൂവീസാണ് ഡിറ്റക്റ്റീവും മെമ്മറീസും. അത്രയും കാലം ഇറങ്ങിയ കുറ്റാന്വേഷണ കഥകളിൽ നിന്ന് വ്യത്യസ്തമായി മികച്ച കഥയും സ്റ്റോറി ടെല്ലിങ്ങും സ്ക്രീൻ പ്ലേയും വെച്ച് വളരെ എൻഗേജിംഗ് ആയ സസ്പെൻസ് ത്രില്ലേഴ്സ് ആയിരുന്നു ഇവ രണ്ടും. അപാരമായ അതിസൂക്ഷ്മ നിരീക്ഷണ പാഠവുമുള്ള കുറ്റാന്വേഷകൻ. ആ കാറ്റഗറിയിൽ ഏത് കലാരൂപം എടുത്ത് പുറകോട്ട് പോയാലും നമ്മൾ ചെന്നെത്തുന്നത് ഒരാളിലായിരിക്കും. സൃഷ്ടി സ്രഷ്ടാവിനേക്കാൾ പേരെടുത്ത അപൂർവം ചില ഇതിഹാസങ്ങളിൽ ഒന്ന്. 1887 1927 ഇടയിൽ 40 വർഷം 4 നോവലും 56 ചെറുകഥകളുമായി പുറത്തിറങ്ങിയ സർ ആർതർ കോനൻ ഡോയലിന്റെ അപൂർവ സൃഷ്ടി ഷെർലക് ഹോംസ്. ഒരു കാലത്ത് വിക്ടോറിയ രാജകുമാരിയേക്കാൾ ഫേമസ് ആയിരുന്നു ഈ കഥാപാത്രം. തെളിയിക്കാൻ അസാധ്യം എന്ന് തോന്നുന്ന കേസുകൾ വിശ്വസനീയമായ രീതിയിൽ അവതരിപ്പിച്ച് ഉദ്യോഗത്തിന്റെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് കേസ് തെളിയിക്കുന്നു. ഉന്നത്തിൽ വെടിവെക്കാൻ കഴിയുന്നവർ, വെള്ളത്തിനടിയിൽ ശ്വാസം പിടിച്ച് നിൽക്കാൻ കഴിയുന്നവർ, അങ്ങനെയുള്ള അസാമാന്യ കുറ്റാന്വേഷകരിൽ നിന്ന് ഷെർലക് ഹോംസിനെ വ്യത്യസ്തനാക്കുന്നത് അതിസൂക്ഷ്മ നിരീക്ഷണ പാഠവും അതിൽ നിന്ന് എത്തിച്ചേരുന്ന നിഗമനങ്ങളും ശാസ്ത്രീയമായ അടിസ്ഥാനവും യുക്തിയുമാണ്. ഷെർലക് ഹോംസിന്റെ സന്തത സഹചാരിയായ വാട്സൺ ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പുകൾ പോലെയാണ് ഷെർലക് ഹോംസ് കഥകൾ. ഷെർലക് ഹോംസിന് തനിക്കൊത്തതോ അതിനുപരിയോ പോയ ഒരേ ഒരു എതിരാളിയെ ഉണ്ടായിട്ടുള്ളൂ. എ വെരി ഗുഡ് ഓൾഡ് ഫാഷൻഡ് വില്ലൻ പ്രൊഫസർ ജെയിംസ് മൊറിയാർട്ടി. ഷെർലക് ഹോംസിനെ പോലെ തന്നെ ഈ വില്ലനും ഒരുപാട് പേരെടുത്തിട്ടുണ്ട്. പൃഥ്വിരാജിന്റെ 7th ഡേയിൽ സസ്പെൻസ് കഥാപാത്രത്തിനിട്ട പേരും മൊറിയാർട്ടി എന്നായിരുന്നു. എഴുതാൻ മടികൊണ്ട് കോനൻ ഡോയൽ ഷെർലക് ഹോംസിന്റെ ഫൈനൽ പ്രോബ്ലം എന്ന ചെറുകഥയിൽ ഷെർലക് ഹോംസും പ്രൊഫസർ ജെയിംസ് മൊറിയാർട്ടിയും ഒരു കൊക്കയിലേക്ക് വീണ് ഇല്ലാതാവുന്നതായി കാണിച്ച് കഥ അവസാനിപ്പിക്കുന്നു. തുടർന്ന് ഒരു ഫിക്ഷണൽ കഥാപാത്രത്തിന്റെ മരണം ലണ്ടൻ നഗരത്തിലാകെ ക്രൈം റേറ്റ് വരെ ഉയർത്താൻ കാരണമായി. ആസ്വാദകരുടെ നിർബന്ധപ്രകാരം എം ടി ഹൗസ് എന്ന ചെറുകഥയിലൂടെ ഷെർലക് ഹോംസ് തിരിച്ചു വരികയാണ്. വായന എനിക്കൊരു അനുഭവമായിട്ട് തോന്നിയത് ഷെർലക് ഹോംസ് വായിച്ചപ്പോഴാണ്. ടോട്ടൽ 4 നോവലും 56 ചെറുകഥകളുമാണ്. ഈ 4 നോവലില് എന്റെ ഫേവറേറ്റ് നോവൽ ദ ഹൗണ്ട് ഓഫ് ബാസ്കർവിൽസ് ആണ്. ഫേവറേറ്റ് ഷോർട്ട് സ്റ്റോറി 2 ഉണ്ട്. ഒന്ന് ദ അഡ്വഞ്ചർ ഓഫ് ദ സ്പെക്കിൾഡ് ബാൻഡ്, 2 ദ അഡ്വഞ്ചേഴ്സ് ഓഫ് ദ ബ്ലൂ കാർബങ്കിൾ. ഞാൻ ഇതിന്റെ മലയാളമാണ് വായിച്ചത്. നിങ്ങൾക്ക് ഏത് ഭാഷയിലാണോ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആ ഭാഷയിൽ ഇത് വായിക്കുന്നതായിരിക്കും നല്ലത്. കാരണം വായന ഒരു അനുഭവമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അവനവന് പറ്റിയ ഭാഷയിൽ വായിക്കുന്നതായിരിക്കും നല്ലത്. എന്താണ് നിങ്ങളുടെ ഷെർലക് ഹോംസ് വായന അനുഭവം? കമന്റ് ചെയ്യും.